1 കൊരിന്ത്യർ 10 അധ്യായം അതിൻ്റെ 23 വാക്യം തൊട്ട് 11 അധ്യായത്തിൻ്റെ 1 വാക്യം വരെയാണ് ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. കൊരിന്ത്യ ദേശത്ത്, കൊരിന്തെന്ന് പറഞ്ഞുള്ള ദേശത്ത് ഉള്ള ദൈവസഭ ഒരു പ്രത്യേക ഒരു അനുഭവത്തിലായിരുന്നു. കാരണം ആ ദേശത്തുള്ള മനുഷ്യരൊക്കെയും ഒത്തിരി വിഗ്രഹാരാധന ഉള്ളവരായിരുന്നു. ആ വിഗ്രഹാരാധന കൂടെ തന്നെ ഒത്തിരി മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തിയും ജീവിതവും എന്ന് പറഞ്ഞാൽ ആ കൊരിന്തെന്ന് പറഞ്ഞാൽ ഒരു തകർന്ന ഒരു ദേശമാണ്. കൊരിന്ത്യൻ എന്ന് പറഞ്ഞാൽ ആ കൊരിന്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റ് ദേശങ്ങളിൽ ഒരാളെ താഴ്ത്തി പറയണമെങ്കിൽ നീ ഒരു കൊരിന്തിനാന്ന് പറയും, അല്ലെങ്കിൽ ഒരാളെ മോശമായിട്ട് പറയണം നീ ഒരു കൊരിന്തിനാന്ന് പറയും. അതുപോലുള്ള ഒരു 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 റെപ്യൂട്ടേഷനായിരുന്നു കൊരിന്ത് എന്നുള്ള ദേശത്തിനുള്ള. വല്ലാത്തൊരു സ്ഥലമായിരുന്നു, വല്ലാത്തൊരു ദേശമായിരുന്നു. എന്നാലും ഒത്തിരി സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ട് പല ലെവലിലും ഒരു നല്ല ഉയർച്ചയുള്ള ദേശം കൂടെ ആയിരുന്നു ആ കാര്യത്തിലൊക്കെ. എന്നാലും മോറലായിട്ട് ധാർമ്മികമായിട്ടുള്ള കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഒത്തിരി തകർന്ന ഒരു ദേശമായിരുന്നു. അതുകൊണ്ട് വേറെ മറ്റ് പല ദേശങ്ങളിലൊക്കെ ആൾക്കാരെ കളിയാക്കാനും താത്ത് കെട്ടാനും ഒക്കെ പറഞ്ഞ് നീ ഒരു കൊരിന്ത്യനാന്ന് പറയും. ആ ഒരു രീതിയിൽ ആ കൊരിന്ത്യൻ എന്നുള്ള വാക്കിനുള്ള അതുപോലെ ആയിപ്പോയി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ജനം അവിടെ ആയിരിക്കുന്നത്, ദൈവത്തിന് അവരെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ ചർച്ചിൻ്റെ പർപ്പസ് നമ്മളെപ്പോഴും എല്ലാ ആഴ്ചയിലും പറയും അല്ലേ. നമ്മൾ എത്ര പേരത് എപ്പോഴും കേൾക്കുന്ന കാര്യം നമ്മൾ അത്രയും ഉള്ളിലോട്ട് കയറത്തില്ല. എന്നാലും ശ്രദ്ധിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, ക്രിസ്തു നമ്മൾ എന്ത് ചെയ്യണം? വളരണം. എന്നാലും അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഈ 2 കാര്യം വളരെ അത്യാവശ്യമുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിൽ വളർച്ച നിൽക്കാൻ പാടില്ല, എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. എങ്ങനെ വളരണം? എത്ര വളരണം? അൺടു ക്രൈസ്റ്റ്, ക്രിസ്തുവോളം അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരണം. നമ്മളാരും ക്രിസ്തുവല്ല, നമ്മളാരും ദൈവമല്ല, എന്നാലും ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുവാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് ജനങ്ങളെ, ക്രിസ്തുവിനെ അറിയാത്ത ജനങ്ങളെ എന്ത് ചെയ്യണം? ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടി ഉള്ളൊരു ഭാരവും തീഷ്ണതയും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഈ ദേശത്ത് ഇത്രയും കാര്യങ്ങൾ ഇവർ അനുഭവിക്കുന്നെങ്കിലും ഇതിനകത്ത് നമ്മൾ ഈ വായിക്കാൻ പോകുന്ന ഈ വേദഭാഗത്തിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട്, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഭാഗം 10 അധ്യായത്തിൻ്റെ 33 വാക്യത്തിൽ പറയുന്നു. എങ്ങനെ? ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന്. ഇപ്പം പൗലോസ് പറയാ, എൻ്റെ ഗുണം ഞാൻ നോക്കുമല്ല, എന്നാലും എന്ത് ചെയ്യുന്നു? പലർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി അവരുടെ ഗുണം തന്നെ. ആരെങ്കിലും മൈക്കെടുത്തോ? അവരുടെ ഗുണം തന്നെ. ഞാൻ വായിക്കാൻ നോക്കിയാൽ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ ഒന്നും ഇറങ്ങി തീരത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും വായിച്ച് സഹായിക്കാമെങ്കിൽ. രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഓക്കെ, അത് ഞാനും എൻ്റെ ഗുണമല്ല, പലരും രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. അടുത്ത വാക്യം 11:1. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരിയായിരിക്കും എന്ന് പറഞ്ഞാൽ, പൗലോസ് പറഞ്ഞു, ഞാൻ ഈ കാര്യം പറയുന്നത്, ഞാൻ ഈ കാര്യം ചെയ്യുന്നത് ചുമ്മാ എൻ്റെ മനസ്സിൽ ഏതാണ്ടൊരു ഐഡിയ വന്നുകൊണ്ടല്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തു എങ്ങനെ നടന്നു അതുപോലെ എനിക്ക് നടക്കണം. ക്രിസ്തു എൻ്റെ ചിന്ത എങ്ങനെയായിരുന്നോ അതുപോലത്തെ ചിന്ത എനിക്ക് വേണം. ക്രിസ്തുവിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്നോ അതുപോലത്തെ, ക്രിസ്തുവിൻ്റെ നടപ്പ് എങ്ങനെയായിരുന്നോ അതുപോലത്തെ നടപ്പ്, അത് ക്രിസ്തുവിനെ പോലെ എനിക്ക് ആയിത്തീരണമെന്നുള്ളൊരാഗ്രഹം പൂർണ്ണമായിട്ട് അതാണോ? ആയിക്കൊണ്ടിരിക്കുക. അവിടെ ആയിട്ടുണ്ടോ? ഇല്ല, എന്നാലും ക്രിസ്തുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക. അതാ പൗലോസ് പറഞ്ഞത്. അതുപോലെ അപ്പം എൻ്റെ ഗുണമല്ല അന്വേഷിക്കുന്നത്, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി അവരുടെ ഗുണം തന്നെ. അപ്പം യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? യേശു എന്ത് ചെയ്തു? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ യേശുവിൻ്റെ അനുഗാമി. യേശു എന്ത് ചെയ്തു? യേശുവിൻ്റെ ഗുണം നോക്കാതെ
മറ്റുള്ളവര് ദൈവരാജ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി യേശു ഒരിക്കലും യേശുവിൻ്റെ ഗുണം നോക്കിയില്ല. അതിന് പകരം എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ ഗുണം. മറ്റുള്ളവരുടെ ഗുണം നോക്കി ജീവിക്കാൻ ഒക്കുമോ? മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ ഒക്കുമോ? നമ്മുടെ അവകാശങ്ങൾ വിട്ടുകൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ അധികാരങ്ങൾ വിട്ടുകൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ അവസരങ്ങൾ വിട്ടുകൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കുമോ? യേശു ചെയ്തു. ഇപ്പം യേശു നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അസാധ്യമായിട്ടുള്ള കാര്യമല്ല. യേശു അത് ചെയ്യാൻ ഒക്കുമെങ്കിൽ നമ്മളെ അറിയിക്കുന്നത് നമുക്കും അതൊക്കും. അതുകൊണ്ടാണ് ഫിലിപ്പിലെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത്, യേശു ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചേക്കുന്ന ഒരു വാക്ക്, വളരെ അർത്ഥപരമായിട്ടുള്ള വാക്കാണ് കെനോസിസ് എന്നുള്ള വാക്ക്. തൻ്റെ ദൈവത്വത്തിൻ്റെ പല ഭാഗങ്ങൾ, പല കാര്യങ്ങൾ എന്ത് ചെയ്തു? ഒഴിവാക്കി, മാറ്റി ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. ദൈവം തന്നെയായിരുന്നു, എന്നാലും മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒക്കും. മനുഷ്യരോട് ക്ഷമിക്കാൻ ഒക്കും. ആരോട്? വഴിയെ പോകുന്നവരെ ക്ഷമിക്കാൻ. ആക്ച്വലി വഴി പോകുന്നവരെ ക്ഷമിക്കാൻ ഇച്ചിരി എളുപ്പമാണ്. ആ പുള്ളി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് വിടാം. എന്നാലും നമ്മുടെ അടുത്തുള്ളവരോ, ഭവനത്തിലുള്ളവരോ, ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ അപ്പനോ അമ്മയോ വല്യപ്പച്ചനോ ആദ്യച്ചൊരു പാടാ. ചിലരത് പിടിച്ചുകൊണ്ടിരിക്കും, ഞാനൊരിക്കലും ക്ഷമിക്കത്തില്ല അല്ലേ. ചിലർ പറയും മരിക്കുന്നിടം വരെ ക്ഷമിക്കത്തില്ല. ശരിയാ, ചിലരത് വെച്ചുകൊണ്ടിരിക്കും. യേശു എന്ത് ചെയ്തു? ക്ഷമിച്ച്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ ഇത് ഇങ്ങനെയൊക്കെ ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ ഒക്കുമോ? ഇതിനൊരു കണക്ക് വേണ്ടായോ? യേശു പറഞ്ഞു, കണക്കൊന്നും വേണ്ട, ഒരു കണക്കില്ലാതെ ക്ഷമിക്കാൻ പറഞ്ഞു. യേശു അങ്ങനെ പറഞ്ഞിട്ട്, യേശു അങ്ങനെ ക്ഷമിച്ച വ്യക്തിയല്ലയോ? ക്രൂശിൽ കയറിയിട്ട് എന്ത് ചെയ്തു യേശു? അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴും ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട പീഡനയ്ക്ക് അപ്പുറം അല്ലേ, ആ ഉപദ്രവത്തിനപ്പുറം അനുഭവിച്ചിട്ടാണ് അവിടെ കിടന്നിട്ട് പിതാവിനോട് എന്തുവാ പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തുവാന്ന് ഇവർക്ക് അറിയത്തില്ല, അവരോട് അങ്ങ് ക്ഷമിക്കണേ. അപ്പം മരിക്കുന്നിടം വരെ ക്ഷമിച്ച ഒരു യേശുവാണ്. ആ യേശുവിനെ പോലെ ഞാനായിത്തീരണോ? നമ്മൾ പറയാം ഇച്ചിരി പാടാ അത്. അതൊക്കെ ഇച്ചിരി കട്ടിയാ കർത്താവേ. സ്തോത്രം. യേശുവിനെ പോലെ ആയിത്തീരാന്ന് പറയുന്നതൊക്കെ പറയാൻ എളുപ്പമാണ് അല്ലേ. നമ്മൾ പാട്ടുകളൊക്കെ പാടും, ഒക്കെ നല്ല രസമുള്ള പാട്ടുകളൊക്കെ, എന്നാലും ഇച്ചിരി പാടാ. കാരണം യേശുവിനെ പോലെ ആയിത്തീരുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടത് വിടാൻ ഒക്കുന്നില്ല, അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. പണത്തിൻ്റെ കാര്യമല്ല, പണം കൊടുക്കാൻ എളുപ്പമാണ്, അത് പിന്നെയും കിട്ടിക്കോളും, അത് സാരമില്ല. പണത്തിൻ്റെ കാര്യമൊന്നുമല്ല, മറ്റു കാര്യങ്ങളുണ്ട്. ഉള്ളിലുള്ള ചില വേദനകൾ, കുഞ്ഞു പ്രായം തൊട്ടേ ഉള്ള ചില ഉപദ്രവങ്ങളും വേദനകളും അനേക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് നടന്നിട്ടുള്ളതായിരിക്കാം, അതും നമുക്ക് വിട്ടുകൊടുക്കാൻ ഒക്കുന്നില്ല. ക്രിസ്തുവിനോട് അടുത്ത് വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതാ, ക്രിസ്തു നമ്മളോട് ചിലപ്പം ഡിമാൻഡ് ചെയ്യും, അതായത് ഇന്നൊരു കാര്യങ്ങളുണ്ടല്ലോ വിട്ടേര്, പാടകർത്താവ് എനിക്കൊക്കത്തില്ല. അവരൊന്നും ചെയ്തേ പറ്റൂ. അനുസരിക്കാൻ ഒക്കുമോ? കർത്താവെ ഞാൻ ഒരു എക്സ്ട്രാ ഡൊണേഷൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്തേക്കാം, അതിനിച്ചിരി പാടാം, ഇച്ചിരി പൈസ കൊടുക്കാം, എന്നാലും ഇതൊക്കത്തില്ല. എൻ്റെ സമയം വേണം ഇന്നൊരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം, നല്ല ഇച്ചിരി പുണ്യപ്രവൃത്തി ചെയ്യാനൊക്കെ പോയിക്കോളാം, എന്നാലും ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ ദൈവമേ അതൊക്കെ പിടിച്ചാൽ അത് പ്രശ്നമാണ്. നമുക്കത് വലിയ പാടാണ്, നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, ഇതിലോട്ട് മടങ്ങി വരട്ടെ. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പൗലോസ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുക. ക്രിസ്തു എന്ത് ചെയ്തു? മറ്റുള്ളവരുടെ ഗുണം നോക്കി. ചിലർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി, അനേകം രക്ഷിക്കപ്പെടേണ്ടി വേണ്ടി, സ്തോത്രം, അവരുടെ പോക്ക് ഈ രീതിയിൽ പോയാൽ അവരുടെ ജീവിതം, അവരുടെ തലമുറകൾ നാശത്തിലോട്ട് പോകുമെന്നറിയാം. അതുകൊണ്ട് അവരുടെ ഗുണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ഈ വേദഭാഗത്ത് നിന്ന്
4 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. 4 കാര്യങ്ങൾ. ആ ഒരു സ്ലൈഡിലോട്ട് മടങ്ങി വരണേ. 4 കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നു. 1, കൺസിഡർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. കൺസിഡർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഗുണം നമ്മൾ നോക്കണം. 10-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം ഈ 2 വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലത്തിനും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയവർദ്ധന വരുത്തുന്നില്ല. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇന്നലെ ഹോൾ ഡേ നമുക്ക് വർഷിപ്പ് ടീമിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ജോഷുവ ദാർ വന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു ജോഷുവ ഫോർ ബീങ് വിത്ത് അസ്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അത് നമുക്കൊരു അനുഗ്രഹമായിരുന്നു. 2 സെഷൻ എടുത്തു. നേരത്തെ ഒരു പ്രാവശ്യം വന്നായിരുന്നു. And I'm sorry I'm preaching all in Malayalam. At least the slides are in English, and maybe you'll pick up some Malayalam so that when you get to heaven, you can use some of that there also. സ്വർഗത്തിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഇച്ചിരി മലയാളമൊക്കെ പഠിച്ചിരിക്കുന്നല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. So 4 things, 4 കാര്യങ്ങൾ. 1, കൺസിഡർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഗുണം നമ്മൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. മറ്റുള്ളവരുടെ ഗുണം നമ്മൾ അന്വേഷിക്കണം. ഇതിൽ പറഞ്ഞ ഈ വാക്യത്തെ നമ്മൾ കണ്ടു. എനിക്ക് എന്തും ചെയ്യാം, എനിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എല്ലാത്തിനും അവസരമുണ്ട്, അല്ലേ? അതൊന്ന് വായിക്കാമോ? സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും ആത്മീയവർദ്ധന വരുന്നതല്ല. അപ്പം എനിക്ക് കർത്തവ്യമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അവസരമുണ്ട്, എൻ്റെ അധികാരത്തിലുള്ള അനേക കാര്യങ്ങളുണ്ട്. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു, 21 വയസ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ചൂടായിട്ടുണ്ട്. എന്നാലും എനിക്കുള്ള ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊക്കും, എൻ്റെ അധികാരം എന്നൊക്കെ പറയാനുണ്ട്. എന്നാലും ഇതെല്ലാം ഒന്നും ആത്മീയവർദ്ധന വരുത്തുന്നതല്ല. അതുമാത്രമല്ല, മറ്റുള്ളവരുടെ ഗുണം, മറ്റുള്ളവരുടെ ബെനിഫിറ്റ് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട്? 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തെ നമ്മൾ കണ്ടു. ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുക. ക്രിസ്തുവിനെ പോലെ ആയി തീരേണ്ടിവരാ നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം ഞാൻ അന്വേഷിക്കേണ്ടിയ അത്യാവശ്യമാണ്. നമ്മൾക്ക് ആ സ്ലൈഡ് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഈ ബൈബിൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. അതുമായി ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ ബാക്കിൽ എക്സ്ട്രാ ബൈബിൾ ഇരിപ്പുണ്ട്. ചിലർ ഡൊണേറ്റ് ചെയ്തിട്ട് പോകുന്നവരാ, ചിലരിവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. ബാക്കിൽ ബൈബിൾസ് ഇരിപ്പുണ്ട് അതിൻ്റെ മുകളിൽ. ഓക്കെ, കൺസിഡർ ദ ഗുഡ് ഓഫ് അതേഴ്സ്, അല്ലേ? മറ്റുള്ളവരുടെ ഗുണം. സോറി, ഞാനത് മലയാളത്തിൽ അത് വെച്ചില്ല ഈ പ്രാവശ്യം. ChatGPT സഹായത്തോടെ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്തായിരുന്നു. ഇപ്പം ഇംഗ്ലീഷിൽ തന്നെയാണ്. കൺസിഡർ ദ ഗുഡ്, മറ്റുള്ളവരുടെ ഗുണം. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഉണ്ടല്ലോ, ദി എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഫോർ ദ സാൽവേഷൻ ഓഫ് അതേഴ്സ്. ക്രിസ്തു, നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുക. എന്തിന്? ഇതിൻ്റെ ലക്ഷ്യം എന്തുവാ? മറ്റുള്ളവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി. 1-ാം നൂറ്റാണ്ടിൽ ഈ ജനങ്ങൾ, കൊരിന്ത്യ ദേശത്തുള്ളവർ, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അയൽവക്കത്തുള്ളവരൊക്കെയും പല ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അവരുടെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ ജീവിതം പല ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളവരായിരുന്നു. അവരാഹാര സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇറച്ചി ഒക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത്, പല രീതിയിലുള്ള മീറ്റൊക്കെ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവർക്കറിയത്തില്ല ഇത് ഏതെങ്കിലും ദേവന്മാർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണോ അല്ലയോ എന്നറിയത്തില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനുമേൽ കർത്തവ്യമുള്ളവരാണ്. ഈ ബിംബങ്ങൾ, ഈ ദൈവങ്ങൾ, ഇതൊന്നും ദൈവങ്ങളൊന്നും അല്ല, അത് നിങ്ങൾക്കറിയാം. ഒന്നും ഭയപ്പെടാതെ
വാങ്ങിക്കുക, ഭക്ഷിക്കുക, സ്തോത്രം ചെയ്ത് ഭക്ഷിക്കുക, ദൈവത്തോട് നന്ദി പറഞ്ഞ് നമ്മൾ ഭക്ഷിക്കുക. ഈ അധ്യായം വീട്ടിൽ ചെന്ന് ക്ലിയറായിട്ട് വായിക്കണം. എന്നാലും ആരെങ്കിലും നിങ്ങളോട് പറയുക, അയ്യോ അത് ഇന്ന ദൈവത്തിന് വേണ്ടി അർപ്പിച്ചിട്ടുള്ള എന്ന് പറയുവാണെങ്കിൽ അതിൽ നിന്ന് മാറിയത്. ഓക്കെ, അതിലോട്ട് ഞാനിപ്പം കടക്കാം. ഇപ്പോഴൊന്ന്, കൺസിഡർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. രണ്ടാമത്, കൺസിഡർ ദ കോൺഷ്യൻസ് ഓഫ് അതേഴ്സ്. വായിക്കാം 10-ാം അധ്യായത്തിൻ്റെ 25 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങൾ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസ്സാക്ഷി നിമിത്തവും തിന്നരുത്. മനസ്സാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല, മറ്റവൻ്റേതത്രേ. എൻ്റെ സ്വാതന്ത്ര്യം അന്യ മനസ്സാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? ആദ്യം പറഞ്ഞു, ശ്രദ്ധിച്ചോണേ, ആദ്യം പറഞ്ഞു മനസ്സാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സാക്ഷി ക്ലിയർ ആയിരിക്കണം. നമ്മുടെ മനസ്സാക്ഷി ക്ലിയർ ആയിരിക്കണം. എല്ലാത്തിനും മേൽ കർത്തവ്യമുള്ളതാ. വായിച്ചു നോക്കുക, സ്തോത്രം ചെയ്ത് ഭക്ഷിക്കുക. ദൈവം നമുക്ക് തന്നിട്ടുള്ളതാ. ഒന്നും ഭയപ്പെടണ്ട, കഴിക്കുക, ഭക്ഷിക്കുക. പിന്നെ പറയുന്നു, എങ്കിലും, ശ്രദ്ധിച്ചോ, 28-ാം വാക്യം, എങ്കിലും ഒരുവൻ ഇങ്ങനെ പറയുന്നു, ഇതൊരു വിഗ്രഹത്തിന് അർപ്പിച്ചതാ എന്ന് പറയുന്നു. അറിയിച്ചവൻ നിമിത്തം, മനസ്സാക്ഷി നിമിത്തവും തിന്നരുത്. ആദ്യം പറഞ്ഞു മനസ്സാക്ഷി നിമിത്തം തിന്നുക, രണ്ടാമത് പറഞ്ഞു മനസ്സാക്ഷി നിമിത്തം തിന്നരുത്. ഇതെന്തുവാ? ഇവിടെ കൺഫ്യൂഷൻ ആണോ? ഈ എഴുത്തുകാരൻ കൺഫ്യൂസ്ഡ് ആണോ? ബൈബിള് കൺഫ്യൂസ്ഡ് ആണോ? അല്ല. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പലരും ഇത് വായിച്ച് കൺഫ്യൂസ്ഡ് ആവും. ഒന്ന്, എനിക്കൊരു മനസ്സാക്ഷി. എൻ്റെ മനസ്സാക്ഷി എന്തുവാ? എല്ലാം ദൈവം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എൻ്റെ അപ്പൻ്റെ ആണ്, എൻ്റെ പിതാവിൻ്റെ ആണ്. എനിക്കെല്ലാം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നിനെ ഞാൻ ഭയപ്പെടുന്നില്ല. ദൈവം ഒരു വ്യക്തിയേ ഉള്ളൂ, വേറെ ദൈവങ്ങളൊന്നുമില്ല. മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളൊക്കെ കാണും, ആയിക്കോട്ടെ, എന്നാലും ദൈവം ഒരാളേ ഉള്ളൂ. മറ്റുള്ളവർ വിഗ്രഹത്തെ ദൈവം ഒന്ന് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കാം, ആയിക്കോട്ടെ, അവരത് അംഗീകരിക്കട്ടെ. എന്നാലും ഭൂമിയെയും എല്ലാത്തെയും സൃഷ്ടിച്ച് ഒരു ദൈവമുണ്ട്. ആ ദൈവം എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചാണെങ്കിൽ ഞാൻ ധൈര്യത്തോട്, എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നു അത് കഴിക്കാൻ, ഭക്ഷിക്കാൻ. എന്നാലും ഒരു വ്യക്തി പറയുക, അയ്യോ അത് ഇന്ന വിഗ്രഹത്തിന് അർപ്പിച്ചതാ, അങ്ങനെയാണെങ്കിൽ ഭക്ഷിക്കണ്ട, കഴിക്കണ്ട. എന്തുകൊണ്ട്? ആ വ്യക്തിയുടെ മനസ്സാക്ഷി മുഖാന്തരം കഴിക്കണ്ട. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാ അങ്ങനെ ചെയ്യേണ്ടത്? എനിക്ക് സ്വാതന്ത്ര്യമില്ലയോ? എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നു. അതിൻ്റെ പ്രശ്നം എന്തുവാ? ഞാനെന്തിനാ മറ്റുള്ളവരുടെ മനസ്സാക്ഷി മുഖാന്തരം? രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന്, കൺസിഡർ ദ ഗുഡ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഗുണം. രണ്ട്, കൺസിഡർ ദ കോൺഷ്യൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ മനസ്സാക്ഷിയും കൂടെ ഞാൻ ശ്രദ്ധിക്കുക. ഉദ്ദേശം എന്തുവാ? ആൾക്കാർ രക്ഷിക്കപ്പെടാൻ വേണ്ടി. ശ്രദ്ധിച്ചോണേ, ആൾക്കാർ രക്ഷിക്കപ്പെടാൻ വേണ്ടി. ഇവിടെ നമ്മൾ പറയുക, എനിക്കിഷ്ടമില്ല, നീല ഷർട്ട് ഇട്ടേക്കുന്നു, അത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇനിയും തൊട്ട് നീല ഷർട്ട് ഇട്ടരുത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ മനസ്സാക്ഷിക്ക് അത് ശരിയാകുന്നില്ല. അല്ലല്ല, നീല ഷർട്ട് ഇടുവോ, ചുമന്ന ഷർട്ട് ഇടുവോ, വെള്ള ഷർട്ട് ഇടുവോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് പറയുന്നത് എന്തുവാ? ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഒരാൾക്ക് ഈ നിറം ഇഷ്ടം, ഇതാണ് ഇഷ്ടമാണോ, അതൊന്നുമല്ല വിഷയം ഇവിടെ. നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ നമുക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്, കർത്തവ്യമുണ്ട്. എന്നാലും
മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടി, പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ക്രിസ്തുവിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടി ഒരു പാത ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഞാനൊരു തടസ്സമാകരുത്. എൻ്റെ സ്വാതന്ത്ര്യം ഒരു തടസ്സമാകരുത്. എൻ്റെ മനസ്സാക്ഷി ഒരു തടസ്സമാകരുത്. ഒന്നും തടസ്സമാക്കല്ല. എല്ലാ തടസ്സങ്ങളും മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. സ്തോത്രം. കൺസിഡർ ദി ഗുഡ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഗുണം. രണ്ടാമത് കൺസിഡർ ദി കോൺഷ്യൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ മനസ്സാക്ഷി. മൂന്നാമത് കൺസിഡർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ വായിച്ചാറ് 30-31 വാക്യങ്ങൾ. നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവേ. സ്തോത്രം. ആദ്യം പറഞ്ഞ പോലെ എനിക്ക് അധികാരമുള്ള കാര്യത്തിൽ, എനിക്ക് അവകാശമുള്ള കാര്യത്തിൽ, എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്ന കാര്യത്തിൽ, അതിൽ നിന്നൊക്കെ ഞാൻ എന്തിനാ മാറി നിൽക്കുന്നത്? അതിനാവശ്യമില്ല. എന്നാലും 31 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. പല കാര്യത്തിൽ നമ്മളൊന്ന് താന്നു കൊടുക്കാൻ റെഡിയായിരിക്കണം. പല കാര്യത്തിൽ നമ്മളൊന്ന് വിട്ടുകൊടുക്കാൻ റെഡിയായിരിക്കണം. പല കാര്യത്തിൽ നമ്മളൊന്ന് ക്ഷമിക്കാൻ റെഡിയായിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ ആൾക്കാർ ചിന്തിക്കും നിങ്ങൾ ഒത്തിരി സോഫ്റ്റാണ്, നട്ടലില്ലാത്തവനാണെന്ന് ചിന്തിക്കും, ഒരു കഴിവില്ലാത്തവനാണെന്ന് ചിന്തിക്കും, മിടുക്കില്ല എന്ന് ചിന്തിക്കും. ഇങ്ങനെയുള്ള പല കാര്യം ചിന്തിക്കും. ശരി, ക്രിസ്തുവിനെക്കുറിച്ചും അങ്ങനെയൊക്കെ ചിന്തിച്ചു. 3 കാര്യങ്ങൾ പറഞ്ഞല്ലേ. കൺസിഡർ ദി ഗുഡ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നവരായിരിക്കണം നമ്മൾ. അപ്പം നമ്മുടെ ഗുണമോ ഇച്ചിരി മാറ്റിവെക്കാം. കൺസിഡർ ദ കോൺഷ്യൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ മനസ്സാക്ഷി. അപ്പം നമ്മുടെ മനസ്സാക്ഷി ചിലപ്പോൾ അത് വെച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ട്, മറ്റുള്ളവരുടെ മനസ്സാക്ഷി ഇച്ചിരി വീക്കാണോ, സാരമില്ല, അതിന് തക്കോണം നമ്മൾ നിൽക്കുക. മൂന്നാമത് കൺസിഡർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മൾ തിന്നുവോ കുടിക്കുവോ എന്ത് ചെയ്യുന്നോ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിന് മഹത്വത്തിനായിരിക്കട്ടെ. ഞാൻ ചെയ്യുന്നൊരു കാര്യം എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. എന്നാലും മറ്റുള്ളൊരു വ്യക്തി അതിനെ കണ്ടിട്ട് അവർ ചിന്തിക്കുക, അത് ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി മുഖാന്തരം ദൈവനാമം ദൂഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഈവൻ മറ്റുള്ളവരുടെ പെർസെപ്ഷനിലാന്നേ പോലും ഞാനിത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനു വേണ്ടി? പർപ്പസ് എന്തുവാ? ഉദ്ദേശം എന്തുവാ? ചിലർ രക്ഷിക്കപ്പെടാൻ വേണ്ടി. ശ്രദ്ധിച്ചോണേ, ചിലർ രക്ഷിക്കപ്പെടാൻ വേണ്ടി. ഞാൻ വെറുതെ പറയാം, നിങ്ങൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമല്ല, ഈ ഉടുപ്പ് ഇഷ്ടമല്ല, അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും അല്ല വിഷയം. ഇവിടെ നിങ്ങൾ ചായ കുടിക്കല്ലേ, കാപ്പി കുടിക്കല്ലേ, ഷുഗർ കുടിക്കല്ലേ, ഇതല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇങ്ങനത്തെ വണ്ടി ഉപയോഗിക്കരുത്, ഇങ്ങനത്തെ വീട് വയ്ക്കല്ലേ, അതൊന്നും അല്ല വിഷയം. ഇതിന് വിഷയം എന്തുവാ? മറ്റുള്ളവർ രക്ഷയിലോട്ട് വരാൻ വേണ്ടി എനിക്ക് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. കാരണം പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ. ഇതെല്ലാത്തിൻ്റെയും ഓവറോൾ പർപ്പസ് മനസ്സിലാക്കിയല്ലോ. യേശു നമ്മളെ ഇന്ന് വിളിക്കുവാണ് യേശുവിനെ പോലെ ആയിത്തീരാൻ. യേശുവിൻ്റെ മനോഭാവം, യേശുവിൻ്റെ രീതിയിലുള്ള പ്രവൃത്തി, നമ്മുടെ നടപ്പ് യേശുവിനെ പോലെ ആക്കാൻ, നമ്മുടെ ചിന്തകൾ യേശുവിനെ പോലെ ആക്കാൻ, എല്ലാം യേശു നമ്മളെ ക്ഷണിക്കുക. ഇത് തീർച്ചയായിട്ടും യേശുവിനെ പോലെ ആയിത്തീരുക നമുക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ നേച്ചർ, ഒരു നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ സ്വയ ചിന്തയാണ്. എനിക്ക്
എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എനിക്ക് എന്നുള്ള ചിന്തയാണ്. യേശു പറയുന്ന നേരെ അത് തിരിക്കണമെന്ന് പറയുന്നു. പ്രശ്നമാണ്. പുറമേ ഉള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് എങ്ങനെങ്കിലും ഒക്കും. വേണമെങ്കിൽ നമുക്ക് ഡൊണേഷൻ കൊടുക്കാം, ഇന്ന കാര്യം, അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. എന്നാലും എൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഏറ്റവും പ്രയാസമുള്ള കാര്യം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാറ്റാൻ. സ്തോത്രം. 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി അവസാനത്തെ കാര്യത്തിലൂടെ ഇപ്പം വരാം. കൺസിഡർ ദി ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നവരായിത്തീരണം. എന്തുകൊണ്ട്? എങ്ങനെയെങ്കിലും ചില ക്രിസ്തുവിനെ അറിയണം. സ്തോത്രം. എന്തിന് മറ്റുള്ളവർ ക്രിസ്തുവിനെ അറിയണം? അയ്യോ, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലയോ? സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോൻ്റെ അടുത്തായിരുന്നു, ഡാലസിൽ. അപ്പം അവരുടെ ഒരു ഭിത്തിയാൽ 2 ഫാമിലിയും, എന്തുവാ, നമ്മുടെ അനുവിൻ്റെ പേരൻസും ബ്രദേഴ്സും എല്ലാവരുടെയും ഒരു ഫോട്ടോയും, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോയും ഇങ്ങനെ ഭിത്തിയാൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ 4, 5, 6 ഫ്രെയിമിനകത്ത് ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്തവള് റൂത്തി അത് ചൂണ്ടിയിട്ട് പറയും, അപ്പച്ച, അമ്മച്ചി, അപ്പച്ച, അമ്മച്ചി എന്ന് പറയും. പല പ്രാവശ്യം പറയുന്നു. ഞാനൊരു പ്രാവശ്യം നെയ്ത്തിനും അനുവും ഇരുത്തിയിട്ട് ഞാൻ പറയും, കുഞ്ഞുങ്ങൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവള് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവള് ഒരു കൊച്ചു കുഞ്ഞല്ലേ, 2.5 വയസ്സേ ഉള്ളൂ. 3 അവൾ ആ ഫോട്ടോയിൽ നോക്കുന്ന അവളിങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു, അതിനകത്തൊരു പ്രാധാന്യമുണ്ട്. ഇത്രയും വ്യക്തികൾ ഈ കുഞ്ഞിൻ്റെ ഗുണം നോക്കുകയും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ റൈറ്റ്. അതിനപ്പുറമുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു കൂട്ടം, ഒരു സഭയുണ്ട്. ഇവിടെ ഉള്ള ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളിപ്പം ഒരു കുടുംബം, ഇന്നലെ ജോഷുവ അത് പറഞ്ഞായിരുന്നു, ഒരു ഫാമിലി എന്ന് പറഞ്ഞത്, അതിൻ്റെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ആഴ്ച മുരളീധരൻ എനിക്ക് കാണാനൊത്തില്ല, ഉണ്ടായിരുന്നെങ്കിലും കാണാനൊത്തില്ല. ഓരോരുത്തരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, കാണാനൊത്തില്ല. അപ്പം ഞാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഏതോ ഒരു ദിവസം, അയ്യോ കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മരുമോനെ ആൻസർ ചെയ്യുന്നത്, ഓപ്പറേഷൻ കയറ്റിയേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഏത് ഓപ്പറേഷന്? മുട്ടിൻ്റെ ഓപ്പറേഷൻ. ഓക്കെ. ഞാൻ പറയുന്നത്, പല രീതിയിലും ചിലപ്പോൾ ഒരാഴ്ച വിളിച്ചില്ലായിരിക്കും, ഞാൻ ചിലപ്പോൾ 2 ആഴ്ച ഞാൻ വിളിക്കത്തില്ലായിരിക്കും, 3 ആഴ്ച ഞാൻ വിളിക്കാത്തില്ലായിരിക്കും, ചിലപ്പോൾ അങ്ങനെ മറന്നുപോകും. എന്നാലും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അത് നമുക്കറിയാം. അതൊരു കുടുംബമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം. അനേകർ അങ്ങനെ നമ്മുടെ ഗുണം അന്വേഷിക്കാൻ പല ആൾക്കാരുണ്ട്. മറ്റുള്ളവരുടെ ഗുണം, ക്രിസ്തുവിനെ അറിയാത്തവരുടെ ഗുണം, ഈ ഒരു ഭാഗ്യം അവർക്കും ഉണ്ടാകണം. നമ്മുടെ ജീവിതം നോക്കുമ്പോൾ, ഞങ്ങൾ ഈ ഇടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ജീവിതം നോക്കുമ്പോൾ നമ്മളെന്ന് ഞാൻ പറയാം, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, സ്തോത്രം, ഓരോ തീരുമാനങ്ങൾ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും നമ്മൾ ഒരിക്കലും ഇനിയും കാണാൻ പറ്റാത്ത തലമുറകളെ പോലും, ശ്രദ്ധിച്ചോണേ, നമ്മൾ ഇനിയും ഒരിക്കലും കാണാനൊക്കാത്ത തലമുറകളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തീരുമാനങ്ങളാണ് നമ്മൾ ഇന്നെടുക്കുന്ന തീരുമാനം. നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കൾ, അവരുടെ കുഞ്ഞുങ്ങളെ കാണുമോ? അവരുടെയും നമ്മൾ കാണത്തില്ല. ചിലപ്പം കൊച്ചുമക്കളെ കാണും, കൊച്ചുമക്കളുടെ കുഞ്ഞുങ്ങളെയും ചിലപ്പം കാണുമായിരിക്കാം. അല്ല, അവരുടെ കുഞ്ഞുങ്ങളോ ഒരു രക്ഷയില്ല. ഈ ലോകം അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ ഇന്നത്തെ പോക്കറ്റിലെ കാര്യങ്ങളോ, ഇന്നത്തെ കാര്യം നടക്കാനും, ഇന്നത്തെ സൗകര്യത്തിന് വേണ്ടിയോ അല്ല. ആ തീരുമാനങ്ങളും നമ്മൾ പോലും കാണാനൊക്കാത്ത, അറിയാൻ സാധ്യതയില്ലാത്ത തലമുറയെ പോലും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി 4-ാമത്തെ പോയിന്റിലോട്ട് വരാം. 10-ാം അധ്യായത്തിൻ്റെ 32 തൊട്ട് 11-ന്റെ 1 വരെ ഒന്ന് വായിക്കാമോ? 10-ന്റെ 31 തൊട്ട് 11-ന്റെ 1 വരെ. ഇത് കഴിഞ്ഞ് നമുക്ക്
പ്രാർത്ഥിക്കാം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ. സ്തോത്രം. പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട്. ഇത് ഇച്ചിരി പാടുള്ള കാര്യം കേട്ടോ, ശ്രദ്ധിച്ചോണേ. എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കാൻ ഒക്കുമോ? നമുക്കറിയാം ഒക്കത്തില്ല എന്ന്. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, അതെങ്ങനെ മലയാളത്തിൽ പറയണമെന്ന് അറിയത്തില്ല. ആരെങ്കിലും തർജ്ജമ ചെയ്യുന്ന നല്ലതായിരിക്കും. You can please all of the people some of the time. You can please some of the people all of the time, but you cannot please all of the people all of the time. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ മലയാളത്തിനൊന്ന് ശ്രമിക്കാം. You can please all of the people some of the time. You can please some of the people all of the time, but you cannot please all of the people all of the time. ഏതെങ്കിലും നേതൃത്വത്തിലുള്ള വ്യക്തികളാണെങ്കിലും നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എല്ലാവരെയും ചില സമയത്തൊക്കെ പ്രസാദിപ്പിക്കാം, ചിലരെ എല്ലാ സമയത്തും പ്രസാദിപ്പിക്കാം. എന്നാലും എല്ലാവരെയും എല്ലാ സമയത്തും പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല. അത് നടക്കുന്ന കാര്യമല്ല, അത് നമുക്കറിയാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ വായി വരുന്ന വാക്കുകൾ പറയാൻ അതവിടെ നിർത്തിയാൽ പറയണ്ട. ചിലപ്പോൾ തമാശയായിട്ട് ആരും വേണ്ട, ചിലപ്പം ഒന്നും ചിന്തിക്കാതായിരിക്കാം, പറയണ്ട, വിട്ടേര്. ചിലപ്പം നമ്മുടെ ഉള്ളിലുള്ള ചില വേദനകൾ കിടപ്പുണ്ടായിരിക്കും. ആ വേദനയെ ട്രിഗർ ചെയ്യുന്ന, അതിനെ ജ്വലിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു കാണും, കേട്ട് കാണും, അവർ പറഞ്ഞു കാണും. അവരൊന്നും ഉദ്ദേശിച്ചായിരിക്കത്തില്ല. എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ചില വേദനകളെ നമ്മൾ എന്തു ചെയ്യും? അതിനെ ട്രിഗർ ചെയ്യും. അപ്പം നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയുമായിരിക്കും. എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കാൻ, അങ്ങനെ ജീവിക്കാൻ ഒക്കുമോ? യേശുവിനെ പോലെ ആയിത്തീരാൻ ഒക്കുമോ? ശ്രമിക്കാം. യേശുവിനെ പോലെ ജീവിക്കാൻ ഒക്കുമോ? യേശുവിനെ പോലെ ചിന്തിക്കാൻ ഒക്കുമോ? യേശുവിനെ പോലുള്ള ഉദ്ദേശം സാധ്യമാണോ? യേശുവിൻ്റെ ആഗ്രഹം എന്തുവായിരുന്നു? എല്ലാ ജനങ്ങളും സ്വർഗരാജ്യത്തിൽ കടക്കണം. മർക്കോസിന് സുവിശേഷം ആരംഭത്തിൽ തന്നെ യേശു വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സുവിശേഷം അവരെ അറിയിച്ചു. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നു അന്ന്. ശ്രദ്ധിച്ചോണേ, അന്ന് സുവിശേഷം പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ എന്നാൽ യേശു മരിച്ചിട്ടില്ലായിരുന്നു, യേശു അടക്കപ്പെട്ടില്ല, യേശു ഉയർത്തെഴുന്നേറ്റില്ല. അത് സുവിശേഷമാണോ? തീർച്ചയായിട്ടും സുവിശേഷമാണ്. എന്നാലും ആ സുവിശേഷത്തിന് മുമ്പേ വേറൊരു സുവിശേഷം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? സ്വർഗരാജ്യം വന്നിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ നിന്ന് വിശ്വസിക്കുകയും സ്വർഗരാജ്യം വന്നിരിക്കുന്നു. ഈ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് ജനങ്ങളെ സ്വാഗതം ചെയ്യേണ്ടി അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചു. അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾ അനുഭവിക്കും. നമ്മൾ പറയും, അയ്യോ കുഞ്ഞുങ്ങൾ അനുഭവിക്കും. സംശയമുണ്ടോ? പ്രാർത്ഥിക്കുക. അനുഭവിക്കും, കുഞ്ഞുങ്ങൾ അനുഭവിക്കും, കൊച്ചുമക്കൾ അനുഭവിക്കും. അവരുടെ കുഞ്ഞുങ്ങളെ ഇനി നമ്മൾ കാണാനൊക്കാത്ത തലമുറകൾ അനുഭവിക്കും. അതെങ്ങനെ അറിയാം? വചനത്തിൽ പറഞ്ഞേക്കുന്നു, ബാലൻ നടക്കേണ്ട വഴിയെ ആ വഴിയെ വിട്, ആ വഴി നിൽക്കും. ഇടയ്ക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ പരിശുദ്ധാത്മാവുണ്ട്, തിരിച്ചു കൊണ്ടുവരും. ദൈവവചനമുണ്ട്, തിരിച്ചു കൊണ്ടുവരും. ആ പാതയിൽ നമ്മളത് വിശ്വസിക്കണം, സംശയിക്കരുത്, ഭയപ്പെടരുത്. അതുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. 4 കാര്യങ്ങളെന്ന് പറഞ്ഞില്ലേ? 1, അതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞത്
നമ്മുടെ ക്രിസ്തുവിൻ്റെ എക്സാമ്പിൾ. കൺസിഡർ ദി എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഫോർ ദ സാൽവേഷൻ ഓഫ് അതേഴ്സ്. ക്രിസ്തുവിൻ്റെ ആ ഒരു എക്സാമ്പിൾ, ക്രിസ്തുവിൻ്റെ ജീവിത രീതി, ക്രിസ്തുവിൻ്റെ മനോഭാവവും ഹൃദയവും എല്ലാം എന്തിന്? മറ്റുള്ളവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി. 4 കാര്യങ്ങൾ പറഞ്ഞു. 1, കൺസിഡർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഗുണം നമ്മൾ അന്വേഷിക്കുന്നവരായിരിക്കണം. നമ്പർ 2, കൺസിഡർ ദ കോൺഷ്യൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മനസ്സാക്ഷി കൺസിഡർ ചെയ്യുന്നവരായിരിക്കണം. എന്തിന്? അവർ രക്ഷയിലോട്ട് വരാൻ, ഈ സമൂഹം രക്ഷയിലോട്ട് വരാൻ വേണ്ടി. 3, കൺസിഡർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അന്വേഷിക്കുന്നവരായിരിക്കണം. തിന്നുവോ കുടിക്കുവോ എന്ത് ചെയ്താലും എൻ്റെ ജീവിതം മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കുക. 4, കൺസിഡർ ദ സാൽവേഷൻ ഓഫ് അതേഴ്സ്. അതാണ് നമ്മൾ വായിച്ചത് 30 തൊട്ട് അടുത്ത അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ. പലർ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയായിട്ട്, that they may be saved. ദൈവജനമേ, ക്രിസ്തുവിൻ്റെ ആഗ്രഹം അന്നും ഇന്നും ഒരേപോലെ തന്നെ. ക്രിസ്തുവിൻ്റെ ആഗ്രഹം അന്നും ഇന്നും ഒരേപോലെ തന്നെ. അന്നും ക്രിസ്തുവിൻ്റെ ആഗ്രഹം ഇന്നും ക്രിസ്തുവിൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ്. സകല ജനവും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളായിത്തീരണം. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കണം. ഒരിക്കലും നമ്മുടെ വേദന ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ. നമ്മളെ ക്രിസ്തു രക്ഷിച്ച് ആ രക്ഷ നമ്മൾ മറക്കരുത്. നമുക്ക് വേണ്ടി യേശു ഒരുക്കിയിരിക്കുന്ന ആ ഭാവി നമ്മൾ മറക്കരുത്. നിത്യത നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, അത് നമ്മൾ മറക്കരുത്. ഇതൊന്നും നമ്മൾ മറക്കരുത്, ഇതൊന്നും വിട്ടുകൊടുക്കരുത്. പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ വേദനയും ചെറിയ ചെറിയ ദുഃഖങ്ങളും അതും വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോടും പറയും, എനിക്ക് ഈ വേദന, ഈ പ്രശ്നം, ആ പ്രശ്നം, കർത്താവിനെ അനുഗമിച്ചിട്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല. അത് നമ്മൾ പറയല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അപ്പോസ്തലൻ പൗലോസ് എന്ത് പറഞ്ഞത്? ലഘു കഷ്ടങ്ങളെന്നൊരു വാക്കാണ് ഉപയോഗിച്ചത് അല്ലേ. ഈ ടെമ്പററി ആയിട്ടുള്ള ചെറിയ ആയിട്ടുള്ള വേദനകൾ പൗലോസ് അതൊന്നും വില കൊടുക്കരുത്. ഈ ജീവിതത്തിലുള്ള, ഈ ഭൂമിയിലുള്ള, ഈ നമ്മൾ അനുഭവിക്കുന്ന, ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകളൊക്കെ ഈ ലഘു കഷ്ടങ്ങൾ, ലഘു വേദനകളെന്ന് മാത്രം കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനെക്കാട്ടിലും മഹത്വമേറിയ കാര്യങ്ങൾ നമ്മൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അതായിരിക്കണം നമ്മുടെ നമ്പർ 1 ഫോക്കസ്.